കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകയായി വണ്ടൂർ ഏരിയ വെൽഫെയർ അസോസിയേഷൻ വാവ റിയാദ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇരുവൃക്കുകളും തകരാറിലായി കരുണാലയപ്പടി സ്വദേശി ഹാരിസ് പാക്രത്തിന്റെ ചികിത്സ ധനസഹായത്തിലേക്ക് 2 ലക്ഷം രൂപ ധനസഹായം കൈമാറി. ചടങ്ങിൽ വാവ റിയാദ് പ്രതിനിധികൾ സ്വാതന്ത്ര്യ ഭാരവാഹികൾക്ക് തുക കൈമാറി. 2010 റിയാദിൽ രൂപീകൃതമായ വാവ പ്രവാസികൾക്കിടയിലും നാട്ടിലും ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. കിഡ്നി രോഗികൾക്കുള്ള ചികിത്സാ സഹായം മുതൽ കോവിഡ് കാലത്തെ സമാനതകളില്ലാത്ത സേവനങ്ങൾ വരെ സംഘടനയുടെ ചരിത്രത്തിലുണ്ട്. വണ്ടൂർ ഏരിയ വെൽഫെയർ അസോസിയേഷൻ എന്നാണ്. വാവ റിയാദിൻ്റെതാണ് ഇപ്പോൾ ഈ ഫണ്ട് ഇവിടെ വിതരണം ചെയ്യും, ഇവിടെ കൊടുക്കുന്നത്. വാവ ശരിക്ക് 2010 ഇവിടെ റിയാദിൽ വെച്ച് ഒരു ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ കൂടിയത്. അത് നല്ല തണുപ്പ് കാലത്തായിരുന്നു, നല്ല ഓർമ്മയുണ്ട് എനിക്ക്. അന്ന് ഒത്തിരി പേര് റിയാദിലെ കുടുംബസമേതം എല്ലാവരും പങ്കെടുത്ത് കൂടിയ ഒരു സംരംഭമാണ്. അതുകൊടുത്ത് തുടങ്ങിയിട്ട് വാവയ്ക്ക് ഒരിക്കലും പുറകോട്ട് പോകാൻ വന്നിട്ടില്ല, മുന്നോട്ട് തന്നെ പോകണം. എല്ലാവരും വളരെ 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 സന്തോഷത്തോടുകൂടി പങ്കെടുക്കുകയും എല്ലാ പരിപാടിക്കും അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് വാവ ഇവിടെ എത്തി. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ നാട്ടിലും വിദേശത്തും റിയാദിൽ നടത്തിയിട്ടുണ്ട്. ഹാരിസ് പാക്രത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി രൂപീകരിച്ചതാണ് സ്വാതന്ത്ര്യം ചാരിറ്റബിൾ സൊസൈറ്റി. ഈ സ്വാതന്ത്ര്യം ചാരിറ്റബിൾ സൊസൈറ്റിന്റെ അണ്ടറിലാണ് ഈ ഹാരിസിന്റെ ഫണ്ട് സ്വരൂപിക്കുന്നത്. ഏകദേശം 40 ലക്ഷം രൂപയാണ്. ഇരുവൃക്കകളും തകരാറിലായ ഹാരിസിനെ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് 40 ലക്ഷം രൂപയാണ് സമാഹരിക്കേണ്ടത്. സ്വാതന്ത്ര്യം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലാണ് ധനസമാഹരണം നടത്തുന്നത്. ചടങ്ങിൽ വണ്ടൂർ ഏരിയ വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെരീഫ് വാണിയമ്പലം, സെക്രട്ടറി സക്കീർ മേലെപ്പറമ്പൻ, ട്രഷറർ നൈജിൻ ബാബു, അംഗങ്ങളായ ജബ്ബാർ തണ്ടുപാറക്കൽ, സൂരജ്, കെ സക്കീർ ഹുസൈൻ, പി യാസർ, പി സാബു സിദ്ദീഖ്, കെ നിസാർ, എസ് അഫ്സൽ, സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗങ്ങളായ ഹനീഫ വാളശ്ശേരി, ഐ വി ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.